വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കള്ളപ്പമാണ്. വട്ടയപ്പം എന്നും പറയും കേട്ടോ. അപ്പോൾ ഇത് കള്ള് ചേർത്തിട്ട് നമ്മൾ നാടൻ തെങ്ങിൻ കള്ള് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1.5 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. ഇത് റേഷൻ കടയിലെ പച്ചരി കേട്ടോ. ഇത് നന്നായി ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാം എത്ര വെള്ളം ഒഴിച്ചു എന്നുള്ളത് കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്, 250 ml. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരയ്ക്കണം. ഈ അരച്ച മാവിൽ നിന്ന് ഞാനൊരു 1/2 കപ്പ് മാവ് എടുക്കണേന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. 1 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം, ഒരു മീഡിയം ടു ലോ ഹീറ്റിലിട്ടിട്ട് വേണം ഇത് കുറുക്കാനായിട്ട് കേട്ടോ. ഇത് ചൂടാകും തോറും ഇതൊന്ന് തിക്കായി തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രോസസ്സിന് കപ്പി കാച്ചുക എന്നാണ് പറയുന്നത്. സാധാരണ അപ്പം ഉണ്ടാക്കുമ്പോൾ ചോറ് ചേർക്കത്തില്ലേ, അതിന് പകരമായിട്ടാണ് ഇതിങ്ങനെ ആക്കുന്നത് കേട്ടോ. കപ്പി കാച്ചിയാണ് നമ്മൾ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറായിരിക്കും. മട്ടേരിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പിങ്ക് കളർ. ഇതൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇതുപോലെ ചൂടിന് നന്നായിട്ട് ആറണം. അതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിലിട്ട് അരയ്ക്കണം കേട്ടോ. ഇത് നമ്മൾ അരച്ച മാവിനെയല്ലേ ഇതുപോലെ കുറുക്കിയെടുത്തത്, അതുപോലെ നമുക്ക് റവ ചെയ്യാം. കുറച്ച് റവ എടുത്തിട്ട് ഇതുപോലെ കുറുക്കിയിട്ടാണെങ്കിലും ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചോറ് ചേർക്കാം, അല്ലെങ്കിൽ അവല് ചേർക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഈ അപ്പം മയോ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ മറ്റുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറുക്കി വെച്ചേക്കുന്ന മാവ് തണുത്തതിന് ശേഷം ഉള്ള അരച്ച മാവ് ഉണ്ടല്ലോ, അത് മിക്സിയിൽ തന്നെ ഇരിക്കുവാണല്ലോ, മിക്സിയുടെ ജാറിലിരിക്കുവാണല്ലോ, അതിലേക്ക് ഇട്ടേക്കാം. ഒരു കപ്പ് തേങ്ങ എടുക്കുമ്പോൾ അധികം വിളഞ്ഞു പോകാത്ത തേങ്ങ എടുക്കണം കേട്ടോ. ചേർക്കുന്നത് കള്ളാണ് കേട്ടോ, നല്ല ശുദ്ധമായിട്ടുള്ള തെങ്ങിൻ കള്ളാണ് കേട്ടോ. ഇതിപ്പോൾ 1/2 കപ്പ് ഞാൻ ചേർക്കുകയാണ്. 1 കപ്പ് പഞ്ചസാര നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചേക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ നല്ല കുഴിയുള്ള പാത്രത്തിൽ വേണം ഒഴിച്ചു വെക്കാനായിട്ട്. അരച്ച മാവിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർക്കാം. നമ്മൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്കൊന്ന് കൈ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 7-8 മണിക്കൂർ നേരം ഇത് പുളിപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. രാവിലെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ രാത്രി അരച്ച് വെക്കുക, എന്നിട്ട് രാവിലെ ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് അരച്ചത്. അപ്പോൾ ഇത് ഞാനൊരു 7-8 മണിക്കൂർ നേരത്തേക്ക് ഇത് പുളിപ്പിക്കാനായിട്ട് മാറ്റി വെക്കും കേട്ടോ. ഇപ്പോൾ ഒരു 7 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താണ് കേട്ടോ. ഇത് പുളിച്ച് മുകളിൽ വരെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒന്ന് ഇളക്കിയായിരുന്നു. എന്താ ഇനി ഇത് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാൻ നേരം ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാനിതൊരു 3 ഏലക്ക തൊലി കളഞ്ഞിട്ട് അതിൻ്റെ അരി മാത്രം പൊടിച്ചെടുത്താണ്. ഇത് യോജിപ്പിക്കാം. ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഏത് ട്രേയിലാണോ ആ ട്രേയിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം. ഒരു ചോറുണ്ടുന്ന പ്ലേറ്റ് ആണെങ്കിലും മതി. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കേക്ക് ട്രേ ആട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ, നെയ്യാണെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റാണ്. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് തേച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എല്ലാ സൈഡിലും ഒക്കെ ഒന്ന് പറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ശരിയാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചേക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ വെള്ളം വെച്ചിരുന്നത് കൊണ്ട് ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തട്ടിറക്കി എടുക്കാം. തട്ടിറക്കുമ്പോൾ കൈ ഒന്ന് തീ കുറച്ചിട്ടാക്കുക കേട്ടോ. തിളച്ച വെള്ളമായതുകൊണ്ട് കൈ പെട്ടെന്ന് തന്നെ പൊള്ളും. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതുപോലെ ഒരു തട്ടുണ്ട്. അപ്പോൾ ആ തട്ടിറക്കി വെച്ചു. അതല്ലെന്നെങ്കിൽ ഇങ്ങനത്തെ തട്ടില്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടുണ്ടല്ലോ, അത് കമത്തിയിട്ടാൽ മതി. ഇഡ്ഡലി തട്ട് ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെക്കുക കേട്ടോ ചെയ്യുന്നത്. കമത്തിയിട്ട് ഇങ്ങനെ വെക്കരുത്, ഇതുപോലെ
അപ്പോൾ ഞാൻ ഗ്രീസ് ചെയ്ത പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചു. അതിനുശേഷം മാവ് ഒഴിച്ചെടുക്കാം. മാവ് മുകളിൽ വരെ ഒഴിക്കേണ്ട, ഒരു 1/4 ഭാഗം ഒഴിച്ച് വെച്ചാൽ മതി. അടച്ചു വെക്കാം. അടച്ചതിന് ശേഷം 5 മിനിറ്റ് നേരത്തേക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. 5 മിനിറ്റ് നേരം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ചെറീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ചെറീസാണ്. അപ്പോൾ അതിനെ 2ആയിട്ട് മുറിച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യണം കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാം, അതല്ലെങ്കിൽ കൈ പൊള്ളും. എന്നിട്ട് ഇതിനകത്ത് ചെറി വെച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് ഉടനെ ഇത് വെക്കരുത്, അപ്പോൾ ഇത് താന്നു പോകും. മോൾ വശം ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം ഈ ചെറീസ് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചിട്ട് ഒരു മീഡിയം ഹീറ്റിൽ 20 മിനിറ്റ് നേരത്തേക്ക് ഇത് പുഴുങ്ങിയെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇതുപോലെ ഒരു പപ്പടക്കമ്പി ഇട്ടിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പിയിൽ മാവ് പിടിക്കും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ഇതിൽ നിന്ന് മാറ്റാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് സൈഡിൽ നിന്ന് ഒന്ന് വിടിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് ഇത്. ഭയങ്കര പഞ്ഞിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതങ്ങ് ഇതായിട്ട് പോകും. ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ്, നല്ല ഭംഗിയായിട്ടുള്ള. ഇതുപോലെ അപ്പം ഞാൻ പല രീതിയിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.